ജോലി തേടിയും നാട് കാണാനുമെല്ലാമായി നിരവധി പേരാണ് ദിവസേന ദുബായിലെത്തുന്നത്. പലരും താമസത്തിനായി ബന്ധുക്കളുടെ ഫ്ളാറ്റോ അല്ലെങ്കിൽ വില്ലയോ ആണ് തിരഞ്ഞെടുക്കുന്നത്. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത് വലിയ ചിലവായതുകൊണ്ടാണ് ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ എല്ലാവരും തീരുമാനിക്കുന്നത് തന്നെ. ദുബായിലെ പല വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കാറുണ്ട്. അടുക്കളയും ഡൈനിങ് ഹാളും പരസ്പരം ഷെയർ ചെയ്യും. ഇതാണ് രീതി. കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ബാച്ചിലർമാർക്ക് വീട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില കമ്പനികൾ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി ലേബർ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട്. ഇത്തരത്തിൽ താമസിക്കുന്നതിന് എല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുമുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ എത്താറുണ്ട്. ദുബായിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒരാൾക്ക് 5 ചതുരശ്ര മീറ്റർ എന്ന കണക്കിൽ സ്ഥലമുണ്ടായിരിക്കണമെന്നാണ് നിയമം. 5 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ജനബാഹുല്യമായി കണക്കാക്കും. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കണക്കനുസരിച്ച് ഒന്നിൽ കൂടുതൽ ആളുകൾ വീട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരിക്കണം. കുടുംബങ്ങൾക്ക് താമസിക്കാൻ മാത്രമായി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിച്ചാൽ പിഴയടക്കേണ്ടി വരും. ഇത്തരം സ്ഥലങ്ങളിൽ അധികൃതരുടെ പരിശോധനകൾ നടക്കും. മാത്രമല്ല, റൂം ഷെയർ ചെയ്യുമ്പോഴും ചില നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. ലേബർ ക്യാമ്പുകൾ, 3 പേർ ചേർന്ന് റൂം ഷെയർ എന്നിവയ്ക്ക് ഒരാൾക്ക് 3.7 ചതുരശ്ര മീറ്ററാണ് സ്ഥലം നൽകേണ്ടത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ജോലിക്കാരെ താമസിപ്പിക്കുന്നത് തെറ്റാണ്. ചെറിയ സ്ഥലത്ത് കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വാടകയുടമ അറിയാതെ താമസയിടങ്ങളിൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ വാടക കരാറുകൾ അവസാനിപ്പിക്കുന്നതിന് വാടക ഉടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും. അതേസമയം UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ പോകുന്നവർക്ക് വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി. നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്ന ആളുകൾക്ക് വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഇളവ് നൽകും. രാജ്യം വിടാൻ തയ്യാറാകുന്നവർക്കാണ് ഈ ഇളവുകൾ നൽകുക. സെപ്റ്റംബർ 1 ആരംഭിച്ച പൊതുമാപ്പ് പ്രകാരം ഇവർക്ക് വിസ പദ്ധതിക്കായി അപേക്ഷിക്കാം. രാജ്യത്തെ അനധികൃത താമസക്കാർക്ക് താമസം നിയമവിധേയമാക്കുന്നതിനോ പിഴയോ മറ്റു നിയമ നടപടികളോ ഇല്ലാതെ രാജ്യം വിടുന്നതിനോ അവസരമൊരുക്കുന്നതിനാണ് സർക്കാർ 60 ദിവസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 30 വരെയാണ് പൊതുമാപ്പ് കാലാവധി. രാജ്യത്ത് അനധികൃതമായി എത്തിയ വ്യക്തികൾക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാവില്ല. അനധികൃത താമസക്കാർക്ക് വലിയ പിഴയില്ലാതെ രാജ്യം വിടാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. എല്ലാ നിയമലംഘകർക്കും രാജ്യം വിടാൻ സാധിക്കും. മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തിയാണ് ഈ നീക്കമെന്നും UAE അറിയിച്ചിട്ടുണ്ട്. അതേസമയം മടങ്ങിപ്പോയവർക്ക് പിന്നീട് UAEയിൽ തിരിച്ചെത്താൻ തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ചു കഴിയുന്ന ഓരോ ദിവസത്തിനും 50 ദിർഹം എന്ന നിരക്കിൽ വൻ തുകയുടെ പിഴയാണ് ഒഴിവായി കിട്ടുക. കാലാവധി കഴിഞ്ഞ ഏതുതരം വിസക്കാർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം. താമസരേഖയടക്കം ശരിയാക്കാനുള്ള അവസരമാണ് പൊതുമാപ്പ് കാലയളവിലൂടെ ലഭിക്കുക.